ഹലോ ഡിയേഴ്സ്, അരുണിമ മിസ്സാണ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഓൾറെഡി ബേസിക് സയൻസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് കണ്ടിട്ടായിരിക്കും നിങ്ങളെല്ലാവരും പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്കറിയാം 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും എന്താണ് ചാപ്റ്റേഴ്സ് എന്നും അറിയാത്ത കുറേ ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. ബേസിക് സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഭയങ്കര ടഫായിട്ട് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഭയങ്കര ഈസി ആണെന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. എല്ലാവരും ആയിരിക്കും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും അല്ലേ? അപ്പോൾ എല്ലാവരോടും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഇപ്പോൾ വന്നത്. ഏറ്റവും തുടക്കത്തിൽ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ അറിയുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് സയൻസ് ഇനി നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് മാറില്ല. അപ്പോൾ എന്താണെന്ന് പറയട്ടെ, ഒട്ടും സസ്പെൻസ് വേണ്ട അല്ലേ? അപ്പോൾ ബേസിക് സയൻസ് എന്നുള്ള സബ്ജക്റ്റ് നിങ്ങൾക്കറിയാം. 7ാം ക്ലാസ്സിലാണ് നമ്മൾ ബേസിക് സയൻസ് അവസാനമായിട്ട് ഇപ്പോൾ പഠിക്കാൻ പോവുക. കാരണം 8ലെത്തുമ്പോഴത്തേക്കും അല്ലേ നമ്മൾ എന്ത് ചെയ്യും, ഈ ബേസിക് സയൻസിനെ കുറച്ചുകൂടെ വിശദമായിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിങ്ങനെ കൃത്യമായിട്ട് തരംതിരിച്ച് പഠിക്കാൻ തുടങ്ങും. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ 7ാം ക്ലാസ്സിൽ വരുന്നത് വിളയിക്കാം 100 മേ ടുവേർഡ്സ് എ 100-fold yield എന്നുള്ള ചാപ്റ്ററാണ്. നമ്മൾ കൃഷി രീതിയൊക്കെയല്ലേ പഠിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ബയോളജിയുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ പല ചാപ്റ്റേഴ്സും 7ാം ക്ലാസ്സിൽ വരുന്നുണ്ട്. ഈ ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ പഠിക്കാനുമുണ്ട്. പല ആളുകളും ഇത് ടഫ് ആണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരുപാട് ടേമുകൾ വരുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഓർത്തു വെക്കാനുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് കൃത്യമായിട്ട് ടീച്ചറെ നമ്മൾ ഓർത്തു വെക്കുകയും മെമ്മറൈസ് ചെയ്യുകയും എന്നൊക്കെ കുറേ ഡൗട്ടുകൾ മക്കൾക്ക് എല്ലാ പ്രാവശ്യവും ഉണ്ടാവാറുണ്ട്. അതിനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കേട്ടോ മിസ് പറയുന്നത്. നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിലും ആ ചാപ്റ്റേഴ്സിനെയൊക്കെ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം അറിയാമോ? അതായത് നമ്മളൊരു ഭാഗം എടുത്തെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് എടുത്തെന്ന് വെച്ചോ, നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിലും വളരെ പ്രധാനമായിട്ട് കൃത്യം ഭാഗങ്ങളായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ തുടങ്ങിയതാണല്ലോ. ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ നോക്കുന്ന സമയത്ത് വ്യത്യസ്ത തരത്തിലുള്ള കൃഷി രീതികൾ, അതിൽ നമ്മൾ ബഡിങ് പഠിക്കുന്നുണ്ട്, ഗ്രാഫ്റ്റിംഗ് പഠിക്കുന്നുണ്ട്, ലെയറിങ് പഠിക്കുന്നുണ്ട്. ഇത് മൂന്നും നമ്മൾ ഒരു പ്രത്യേക തരത്തിൽ ക്ലാസിഫൈ ചെയ്ത് വെക്കാം. രണ്ടാമതായിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ട ഭാഗം എന്ന് പറയുന്നത് വർഗസങ്കരണം എന്ന് പറയുന്ന ഒരു ഭാഗമാണ്, ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ പഠിക്കുന്ന സമയത്ത് എവിടെയാണ് ഈ ഹൈബ്രിഡൈസ്ഡ് സീഡ്സ് ഉണ്ടാകുന്നത് അല്ലേ, ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് ഇതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ നടത്തുന്നത്, അവിടെ നമ്മൾ എന്ത് ചെയ്യും, കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോന്നും കൃത്യമായിട്ട് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾ പിന്നെ പഠിക്കുന്ന സമയത്ത് ഈ ഒരു മെത്തേഡ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കുക. നമ്മുടെ ആപ്പ് ഫോളോ ചെയ്യുന്ന മക്കൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഓരോ സെക്ഷൻ ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഓരോ ഭാഗം കഴിയുമ്പോഴും അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മിസ്സുമാർ ഡിസ്കസ് ചെയ്യുകയും അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലായി എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കൃത്യമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഓരോന്നും നമ്മുടെ മെമ്മറിയിൽ കൃത്യമായിട്ട് ഉണ്ടാവുകയും ഓരോ കാര്യങ്ങളും ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഓർത്ത് വെക്കാനും പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഓരോ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് പഠിച്ചാൽ കൊള്ളാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സൈലത്തിൻ്റെ അവെഞ്ചേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ ബേസിക് സയൻസ് മാത്രമല്ല കേട്ടോ, എല്ലാ ചാപ്റ്റേഴ്സും ഇതുപോലെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിലൂടെ ആയിരിക്കും നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. മാത്രമല്ല നിങ്ങൾ 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ്, USS എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന വിദ്യാർത്ഥികൾ കൂടെയാണ്. അപ്പോൾ ഇതുപോലെ ബേസിക് സയൻസിലെ ഓരോ ചാപ്റ്ററും നിങ്ങൾ പഠിക്കുന്നതിനനുസരിച്ച് നമ്മൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണല്ലോ USS എക്സാമിന് എഴുതാൻ വേണ്ടി പോവുക. അതായത് ഒരു ചോദ്യം തരും, അതിനനുസരിച്ചുള്ള 4 ഓപ്ഷൻസും ഉണ്ടാവും, അതിൽ കൃത്യമായത് വേണം നമ്മൾ പിക്ക് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് എക്സാംസ് ആയെങ്കിൽ പോലും നിങ്ങൾക്ക് ഏറ്റവും ഗംഭീരമായിട്ട് റൈറ്റ് ആൻസർ പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സൈലത്തിനോടൊപ്പം ഇപ്രാവശ്യത്തെ എക്സാമുകളെല്ലാം ഗംഭീരമായിട്ട് തന്നെ നമുക്ക് എഴുതണം. ഓൾ ദി വെരി ബെസ്റ്റ്.